ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബേസിൽ ജോസഫ് നായകനായ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടമായി. കാരണം ഞാൻ ഈ ബാങ്കിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റഡ് ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പടമാണ്. 2025 ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 10 സിനിമകളോളം കണ്ടു കഴിഞ്ഞു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇപ്പോൾ പൊന്മാൻ തന്നെയാണ്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ചിലർക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്, ചിലവർക്കത് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ബാധിച്ചിട്ടുണ്ട്. IMDb റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 കോടി രൂപയോളാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ആസ് ഓഫ് നൗ അതിന്റെ കളക്ഷനും ഏകദേശം 8 കോടി രൂപ 9 കോടി രൂപയിലാണ് നിൽക്കുന്നത്. കേരള ഏകദേശം ഒരു 5 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഉൾപ്പെടെ ഒരു 9 കോടി 9.5 കോടി റേഞ്ചിലാണ് നിൽക്കുന്നത്. ബ്രേക്ക് ഈവൻ ആയിട്ടില്ല. ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 13-15 കോടി രൂപ വേണം. അതാകുമോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം അത്ര വലിയ അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഇടയിൽ ഈ പടത്തിന് കിട്ടിയിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് OTT വരുമ്പോൾ നല്ല അഭിപ്രായം വരും. കാരണം നല്ല സിനിമയാണ്. ബേസിൽ ജോസഫിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. സോ ഒരുപാട് സിനിമകൾ വിജയിക്കുന്ന മലയാള സിനിമയിൽ ഈ ചിത്രവും വിജയമാവട്ടെ. ബേസിൽ ജോസഫിന്റെ കഴിഞ്ഞ ചിത്രത്തേക്കാൾ പേഴ്സണലി എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണിത്. അപ്പോൾ അതൊരു വലിയ വിജയമാവട്ടെ, വലിയ വിജയം അല്ലെങ്കിൽ ഒരു വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ചിത്രം. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പൊന്മാൻ വിജയമായോ എന്ന് നമുക്കറിയാം.